ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള ഘടകം അഥവാ നമ്മുടെ KPCC എന്ന് പറയുന്നത്, ആ KPCCയുടെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് കെ സുധാകരനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ചില അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഏതാണ്ട് കൂടോത്രമൊക്കെ അദ്ദേഹം ആരോ ചെയ്തതുകൊണ്ടാണ് പ്രശ്നമുണ്ടായത്. കൂടോത്രമൊക്കെ മാറി അദ്ദേഹം പരിപൂർണ്ണ ആരോഗ്യവാനായി എന്നൊക്കെ പറയുന്നു. പക്ഷേ എങ്കിൽ പോലും KPCCയുടെ പ്രസിഡൻറ്റിനെ ഉടനടി തന്നെ മാറ്റിയേക്കും എന്നാണ് നമ്മൾ കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ KPCCയുടെ പുനഃസംഘടന എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ആ പുനഃസംഘടനയൊക്കെ ഒരുപാട് നാളുകളായിട്ട് നീണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതാണ്ട് ജില്ലാ പ്രസിഡന്റുമാരെയും ചില സംസ്ഥാന ഭാരവാഹികളെയൊക്കെ നിശ്ചയിച്ചിരുന്നു. പക്ഷേ എങ്കിൽ പോലും വളരെ കൃത്യമായിട്ടുള്ളൊരു പുനഃസംഘടന നടത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും കൃത്യമായിട്ടുള്ളൊരു പുനഃസംഘടന കോൺഗ്രസ് നടത്തേണ്ടതുണ്ട്. അതിപ്പോൾ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്ന നോമിനേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും വരിക എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അല്ലാതെ തെരഞ്ഞെടുപ്പൊന്നും നടത്താനൊരു സാധ്യതയില്ല. കാരണം തെരഞ്ഞെടുപ്പൊക്കെ നടത്തിയാൽ ആകെ പ്രശ്നമായി നിൽക്കുന്ന കോൺഗ്രസ് വേണമെങ്കിൽ 2 പാർട്ടിയായി മാറുന്നൊരവസ്ഥയിലേക്ക് വീണ്ടും എത്തും. അപ്പോൾ അത്തരത്തിൽ പല വാശിയേറിയ തെരഞ്ഞെടുപ്പുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വയലാർ രവിയും AK ആൻ്റണിയൊക്കെ ആയിട്ട് മത്സരിച്ച് തെരഞ്ഞെടുപ്പുകൾ. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ നമ്മളുടെ പ്രശ്നമെന്ന് പറയുന്നത് ആരാണ് KPCC പ്രസിഡൻ്റ് ആവുക കെ സുധാകരന് പകരമെന്നുള്ളതാണ്. ആ KPCC പ്രസിഡൻ്റ് ആവുക കെ സുധാകരന് പകരമെന്നുള്ള റേസിലേക്ക് പല പേരുകളും പറഞ്ഞു കേട്ടിരുന്നു. യഥാർത്ഥത്തിൽ അതിന് കുറച്ചുകൂടി ആപ്റ്റായിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു. പക്ഷേ ആ രമേശ് ചെന്നിത്തലക്ക് കിട്ടാൻ ഒരു സാധ്യതയില്ല. അതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ജാതിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഒരു KPCC പ്രസിഡൻറ്റിനെ വെക്കുമ്പോൾ പോലും ഒരു ജാതിപരമായിട്ടുള്ള പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചോളം. CPM-നെയൊക്കെ ആണെങ്കിൽ അത്ര വലിയ പ്രശ്നമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയും ഒക്കെ ഒരാളായാലും പ്രശ്നമില്ല. പക്ഷേ ഈ ജാതിമത സംഘടനകൾക്കൊക്കെ കീഴ്പ്പെട്ട് നിൽക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കുക വയ്യ. അതുകൊണ്ട് ഇപ്പോൾ VD സതീശൻ എന്ന് പറയുന്നത് ഒരു നായർ സമുദായ അംഗമാണ്. പിന്നെ നമുക്കറിയാം KC വേണുഗോപാൽ എന്ന് പറയുന്ന സംഘടനാകാരി ജനറൽ സെക്രട്ടറി, വലിയ അധികാര കേന്ദ്രമാണ് കോൺഗ്രസിൻ്റെ. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഹൈക്കമാൻഡ് ഇപ്പോൾ അദ്ദേഹവും നായർ സമുദായ അംഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല കൂടി KPCC പ്രസിഡൻ്റ് ആകുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരു നായർ സമുദായ അംഗത്തിന് കൂടി പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്നത് സംഭവ്യമല്ലാത്ത അല്ലെങ്കിൽ അത്രമാത്രം എളുപ്പമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിർഭാഗ്യവാനായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ അവസരം നഷ്ടപ്പെടും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് കെ കരുണാകരനെ എടുത്തു വെച്ചാൽ, ഉമ്മൻചാണ്ടി എടുത്തു വെച്ചാൽ, എന്തിന് AK ആൻ്റണിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് പഴയ നേതാക്കന്മാർ ഒരുപാട് പേരുണ്ട്, ഞാനിപ്പോൾ അവരുടെ പേരുകളൊന്നും പറയുന്നില്ല. അവരൊക്കെ ഇത്തരത്തിൽ സ്വന്തം ജാതിക്കോ സ്വന്തം മതത്തിനോ അകത്തൊക്കെ ഒതുങ്ങിപ്പോയവരല്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഏത് ആണ് എന്ന് ചോദിച്ചാൽ ഓർത്തഡോക്സ് ആണെന്നോ അല്ലെങ്കിൽ ജാക്കോബൈറ്റ് ആണെന്നോ ഉള്ള കാര്യമൊന്നും ആരും പരാമർശിക്കില്ല. AK ആൻ്റണിയുടെ കേസിലും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ഒരു വിശ്വാസി പോലും ആയിരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ കെ കരുണാകരനെ ആണെങ്കിലും അദ്ദേഹം വിശ്വാസിയായിരുന്നെങ്കിൽ പോലും ഒരു ഹിന്ദു മുഖ്യമന്ത്രിയായിട്ടൊന്നും ആളുകൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ കാണാത്തതുകൊണ്ടും പിന്നെ അദ്ദേഹത്തിന് വലിയ ചാതുര്യം ഉണ്ടായതുകൊണ്ടും അദ്ദേഹം എല്ലാവരുമായിട്ട് വലിയ തോതിലുള്ള ഒരടുപ്പം കാണിച്ചിരുന്നു. പലപ്പോഴും ആളുകളെ ഡീൽ ചെയ്യുന്നതിലൊക്കെ അദ്ദേഹം വലിയ വിദഗ്ധനായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത്, അദ്ദേഹം താക്കോൽ സ്ഥാനത്തേക്ക് വരണമെന്ന് പറഞ്ഞ് ആഭ്യന്തരമന്ത്രി സ്ഥാനം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ മേടിച്ചത് നമുക്കറിയാം. മേടിക്കുമ്പോൾ NSSൻ്റെ കൂടി അതൊരാവശ്യമായിരുന്നു എന്നുള്ളത് വളരെ പരസ്യമായിട്ടുള്ളൊരു രഹസ്യമാണ്. യഥാർത്ഥത്തിൽ അത് വലിയ വില രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് കൊടുക്കേണ്ടി വന്നു. അദ്ദേഹം NSSൻ്റെ ഒരു നായർ സമുദായത്തിൻ്റെ ആളായി അന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ ആ പ്രശ്നം അദ്ദേഹത്തെ ഇപ്പോഴും പിടികൂടുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന്, ഈ പറയുന്ന KPCC പ്രസിഡന്റ് എന്ന സ്ഥാനത്തിന് ഒരു പരിഗണനയും കൂടാതെ അദ്ദേഹത്തിൻ്റെ മെറിറ്റിൽ മാത്രം എത്തേണ്ട ഒരാൾ എങ്ങനെയാണ് ആ താക്കോൽ സ്ഥാനം പിടിച്ചു മേടിക്കുക വഴി വലിയ തോതിലുള്ള ഡാമേജ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇത് കൂടാതെ ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ചില ആളുകളുടെയൊക്കെ പേരുകൾ ചില ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ട് എനിക്ക് ചിരി വന്നു. അതൊന്ന് ആൻ്റോ ആൻ്റണിയുടേതാണ്. ആൻ്റോ ആൻ്റണി എന്ന് പറയുന്നത് പത്തനംതിട്ടയിൽ തന്നെ ഏതാണ്ട് കഷ്ടിച്ച് കഴിഞ്ഞോടെ ജയിച്ചു പോകുന്ന ഒരാളാണ്. അദ്ദേഹം ജയിച്ചു പോകുന്ന തന്നെ പിണറായി വിരുദ്ധ വികാരം കൊണ്ടിട്ടൊക്കെയാണ്. പിന്നെ അനിൽ ആൻ്റണിയൊക്കെ അവിടെ മത്സരിപ്പിക്കാൻ ഇട്ടത് കൊണ്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് പോലും ജയിക്കില്ലായിരുന്നു. അതുകൊണ്ട് ആൻ്റോ ആൻ്റണിയൊക്കെ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് അത്തരത്തിലുള്ളൊരു പരിഗണന കൂടി വന്നാൽ കൊടിക്കുന്നിൽ സുരേഷിന് വലിയ തോതിൽ ഒരു സാധ്യതകളുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള കോൺഗ്രസിനെ നയിക്കാൻ അദ്ദേഹമൊക്കെ മതിയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. അദ്ദേഹത്തെ പോലുള്ള ആളെ കൊണ്ടൊന്നും ഈ കോൺഗ്രസിനെ നയിക്കൽ എളുപ്പമുള്ള കാര്യമില്ല.
പിന്നെ കേൾക്കുന്നത് കുറച്ചുകൂടി നമുക്ക് സുപരിചിതനായിട്ടുള്ള ബെന്നി ബെഹനാൻ്റെ പേരാണ്. അദ്ദേഹത്തിനെ കൊണ്ട് ഇത് ഒരു പരിധിവരെ സാധിച്ചേക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം UDF-ൻ്റെ കൺവീനർ ആയിരുന്നു, അങ്ങനെ പല പൊസിഷനുകളൊക്കെ വഹിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു തന്ത്രപരമായി കാര്യങ്ങളെ നേരിടാൻ കഴിയുന്ന ഒരാളാണ് ബെന്നി ബെഹനാനാണ്. ഇനി അതല്ല, ഒരു ഈഴവ പ്രാതിനിധ്യമാണ് കിട്ടുന്നതെങ്കിൽ അടൂർ പ്രകാശിന് വലിയ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. കാരണം അത് ഏറ്റവും വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ ആ കമ്മ്യൂണിറ്റിയുടെ മേജർ വോട്ട് ബാങ്ക് CPM-നാണ് കിട്ടുന്നത്. പക്ഷേ അടൂർ പ്രകാശിനെ കൊണ്ടും ഇത് നയിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതൊന്നും അല്ലെങ്കിൽ VT ബൽറാമിനെ പോലെ ലിജുവിനെ പോലെയുള്ള ഒരു രണ്ടാം നിര നേതാക്കന്മാരിലേക്ക് ആരെങ്കിലും VD സതീശനെയൊക്കെ പെട്ടെന്നെടുത്ത് ലിഫ്റ്റ് ചെയ്ത് ഉയർത്തിയതുപോലെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി AICCയുടെ ഭാഗത്ത് നിന്ന്, ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഈ KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് വരെ ഒരു വലിയ തോതിലുള്ള ശീതയുദ്ധങ്ങളും അതുപോലെ തന്നെ വലിയ തോതിലുള്ള കുതികാൽ വെട്ടുകളും സോപ്പിടലുകളും എല്ലാം തന്നെ കോൺഗ്രസിനകത്ത് നടക്കും. അപ്പോൾ അത് എന്താണ്, ആരാണ് വരിക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന ഒരു കാര്യം കെ സുധാകരൻ കുറച്ച് നാളും കൂടി തുടരട്ടെ എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിന് എപ്പോഴും സംഭവിച്ചിട്ടുള്ളതാണ്, കൃത്യമായി ആളുകളെ പിക്ക് ചെയ്യുന്നതിലും അവർക്ക് അധികാരങ്ങൾ കൊടുക്കുന്നതിലും വലിയ വീഴ്ചകൾ കാണിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ നമുക്കറിയാം. ഇപ്പോൾ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പഞ്ചാബിൽ മാറ്റിയതാണെങ്കിലും, സിദ്ധുവിൻ്റെ വാക്ക് കേട്ട് മാറ്റിയതാണെങ്കിലും, മറ്റ് സച്ചിൻ പൈലറ്റും അതുപോലെ തന്നെ രാജസ്ഥാനിലെ മറ്റ് നേതാക്കന്മാരുമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും, അശോക് ഗെഹ്ലോട്ടുമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ വഷളാകുന്നത് വരെ നോക്കി നിൽക്കുകയും ഏറ്റവും ഒടുവിൽ മാത്രം ഇടപെടുകയും ചെയ്യുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയൊക്കെ ഒരു രീതി എന്ന് പറയുന്നത്. അത് മാറ്റിവെച്ചുകൊണ്ട് പലപ്പോഴും ഏതൊരു നേതാവിനെയും വളരെ എളുപ്പത്തിൽ മാറ്റാൻ കഴിയുന്ന ലെവലിലുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറേണ്ടതുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ മധ്യപ്രദേശിൽ അധികാരം വീണ്ടും കിട്ടിയിട്ടും നേരത്തെ ഇരുന്ന മുഖ്യമന്ത്രിയെ അവർ മുഖ്യമന്ത്രിയാക്കാൻ തയ്യാറായില്ല BJP എന്നുള്ളത് നമുക്കറിയാം. ഹരിയാനയിൽ ഏറ്റവും തെരഞ്ഞെടുപ്പ് എടുക്കുന്നതിന് ഒരു കൊല്ലം മുമ്പ് അവിടെയുള്ള മുഖ്യമന്ത്രിയെ എളുപ്പത്തിൽ BJPക്ക് മാറ്റാൻ കഴിഞ്ഞുവെന്നറിയാം. അത്തരത്തിൽ കുറച്ചുകൂടി സുശക്തമായിട്ടുള്ള ഒരു പാർട്ടിയായി കേരളത്തിൽ മാറ്റാൻ ഈ പുനഃസംഘടന ഉപകരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. പക്ഷേ അത് വെറും പ്രത്യാശ മാത്രമായി ഒതുങ്ങിയാൽ 2027 കാത്തിരിക്കുന്നത് കോൺഗ്രസിനെ ആകെ തകർക്കുന്ന വലിയ ദുരന്തമായിരിക്കും.